ഹായ് ഡോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതുവരെക്കും നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ ഇത്. അപ്പോൾ എനിക്ക് തോന്നിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് നോക്കാമെന്ന്. അപ്പം എന്താ പറയുക, നമ്മൾ രാവിലെ തൊട്ടുള്ള ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ആവുമ്പോലൊക്കെ. പിന്നെ ഇപ്പോൾ ടൈം ഏറായിട്ടുണ്ട് കേട്ടോ. അപ്പം പെണ്ണൂരുള്ളിൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ലഞ്ച് പ്രിപ്പറേഷനിലൊക്കെയാണ്. ജാബി കിച്ചണിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ എന്താ പറയുക, പ്ലാൻ ചെയ്തിട്ടെടുത്തൊരു വീഡിയോ ഒന്നല്ല കേട്ടോ. രാവിലെ മുതൽക്കേ നേരത്തെ അങ്ങനെയല്ല, രാവിലെ എണീറ്റ് അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെയൊന്നും ചെയ്തു. അപ്പം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. മോളെ എണീറ്റില്ല കേട്ടോ. രാവിലെ നല്ല ഉറക്കാന്ന്, കാരണം നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ ആളെണീച്ചില്ല. അപ്പോൾ ഞാൻ രാവിലെ തൊട്ടേ ഉള്ള വീഡിയോസൊന്നും എടുത്തില്ല. നമ്മൾ പത്തിരിയൊക്കെ റെഡിയായി. പിന്നെ സ്കൂളിലേക്ക് ഓൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരിയും അതേപോലെ സോയാബീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പത്തിരിക്കുള്ള കറി വെക്കണം. അതിന് ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കന് തലേന്ന് വാങ്ങി വെച്ചതിന് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ക്ലീൻ ആക്കിയാൽ വെച്ചിരിക്കുന്നത്. അതിലേക്കുള്ളതൊക്കെ ഓൾ കട്ട് ചെയ്ത് വെച്ചിനു. അപ്പം ചിക്കൻ കറി വെക്കാമെന്ന്. പിന്നെ കുറേ ആയി ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. എത്രയോ എനിക്ക് തോന്നുന്നു 6 മാസം മുമ്പോ അങ്ങനെ എന്തോ ചെയ്താണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ കാക്കല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം പുറത്ത് പോയി ട്രാവൽ വ്ളോഗ് അങ്ങനെ ഒന്നും എടുക്കാനും പറ്റുന്നില്ല. പിന്നെ മഴ ഒന്നാമത്തെ കാരണം. പിന്നെ ബ്രദറുണ്ട്, പക്ഷെ ഓന് ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഓന് ഇനി കിട്ടൂല. അപ്പം ചെറുതായിട്ട് ഇനി ഇതുമ്മലൊക്കെ ഇനി ഉണ്ടാവുക ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആണ് ഇനിയിപ്പം നമ്മളെ മുമ്പിലുള്ളത്. അപ്പോൾ എന്താ പറയുക, രാവിലത്തെ ചായ ഞങ്ങൾ കുടിച്ചില്ല കേട്ടോ. കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് ഓല തിരക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കൽ എല്ലാവരും. അപ്പോൾ ഓല അങ്ങോട്ട് പറഞ്ഞയച്ചാലേ നമ്മളൊന്ന് ഫ്രീ ആവുള്ളൂ. അപ്പം ഇനി ഉമ്മയാലോ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഞാനും ജാബിയും ഞങ്ങളെല്ലാവരും ഓലൊക്കെ പോയിട്ടാണ് ഒന്നിച്ചാണ് ചായ കുടിക്കൽ. വന്നോ അങ്ങോട്ടൊക്കെ വന്നോ. മുത്തുറഞ്ഞു മാറ്റുമ്പോഴേക്ക് മോൾക്കും കൂടെ പോരണോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ, അങ്ങനെ പിന്നെ ഓളെയും കൂട്ടി പോന്നിക്കാണ്. പിന്നെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ ബസ്സിലൊക്കെ ഇങ്ങനെ ബാഗും അതേമാതിരി ഇങ്ങനെ സ്കൂൾ ബസ്സിലൊക്കെ കയറി പോകുന്ന കണ്ടിട്ട് ഇങ്ങനെ പറയും ഓല കൂടെ പോകാൻ. പക്ഷെ പോകാനായിട്ടുമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ചേർത്തണം. അങ്ങനെ പിന്നെ ഓലൊക്കെ പോയി ഞാനും ഓളും ഇങ്ങനെ നടന്നു വരിക. നമ്മളെ വീടിൽ നിന്ന് മെയിൻ റോഡുമല്ല കേട്ടോ ബസ് വരിക. അപ്പോൾ നോക്കി ചായ ഒക്കെ കൊടുത്ത് ഞാനും ചായ കുടിച്ച്, ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ച്. പിന്നെ എനിക്ക് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ്. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും. എനിക്കിപ്പോൾ അകങ്ങളായി അടിക്കണം, മുറ്റടിക്കണം, അലക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ജഗപ്പുക ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒക്കെ കഴിഞ്ഞൊന്ന് റെഡി ആയിട്ടാണ് നമ്മൾ ചായക്ക് കുടിക്കൽ. പിന്നെന്താ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയി എടുക്കുമോ, ഈവനിങ് ആണോ ഈ നൈറ്റ് വരെയുള്ള വീഡിയോ എടുക്കുമോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആകുമ്പോഴൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ, ഈ ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ച്. ബാക്കി ട്രാവൽ വ്ളോഗൊന്നും കുഴപ്പമില്ല കേട്ടോ, അത് ഞാൻ ഒരു സ്മൂത്തായിട്ട് അങ്ങനെ എടുത്ത് പോയലുണ്ട്. പക്ഷേ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ എടുക്കാനൊക്കെ. കാരണം ഒക്കെ ഒന്ന് ഇതാക്കണ്ടേ, ക്യാമറയൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. റൂമൊക്കെ അത് അലങ്കോലമായി കിടക്കുന്നുണ്ട്. മോളാണെങ്കിൽ ഫുള്ള് ഫോണുമ്പോൾ തന്നെ കേട്ടോ കളി. ആരുമില്ലേ പിന്നെ നോക്ക് ഫോൺ എടുക്കും, അതന്നെ പരിപാടി. ഇപ്പോൾ ഫോണൊക്കെ എടുത്ത് മാറ്റാൻ ടൈമായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ആക്കണം, ഒക്കെ ഒന്ന് ക്ലീനാക്കി
എൻ്റെ ബേബി അത് ബേബിൻ്റെ പേരെന്താ? ബേബീന്നാ? ബേബീനെ ഉറക്കിയോ? ഉറക്കിയോ? പിച്ചോ? ചുന്നരിയായോ നോക്കട്ടെ. ബേബിയാടെ നല്ല ചുന്നരി ബേബി ആയല്ലോ അല്ലേ? നീ ചായ കുടിച്ചോ? എന്നാ ബേബിനെ ഉറക്കിക്കട്ടോ. ബേബിനെ ഉറക്കിക്കേ. അപ്പോൾ ഓലൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യൽ തുടങ്ങുക. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുറ്റടിക്കലും അകലൊക്കെ അടിച്ച് വാരലൊക്കെ. അപ്പോൾ ജാബി മുറ്റടിക്കുന്നുണ്ട്. അപ്പം ഞാൻ റൂമൊക്കെ അടിച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് വെച്ച് പിന്നെ ഇനി നമുക്ക് അലക്കാനുണ്ട്. തൊടിക്കൽ പിന്നെ നമ്മൾ ഒന്നരാടനെ തൊടിക്കലുള്ളൂ കേട്ടോ. ഒന്നരാടൻ വെച്ചിട്ട് അപ്പം ഇന്ന് തൊടിക്കാനില്ലായിരുന്നു, ഇന്നലെ തൊടിച്ചതുകൊണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ പിന്നെ ഇട്ടിട്ടുണ്ട് വാഷ് ചെയ്യാനുള്ളതൊക്കെ. ഒക്കെ ഞാൻ റെഡിയാക്കി നിൽക്കുന്നത്. അപ്പോൾ അടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചണിൽ കയറി മെല്ല. അപ്പോൾ ഓള് മീൻ പൊരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ലഞ്ചിനെന്ന് പറയുന്നത് നമുക്കിന്ന് പിന്നെ അയല ഫ്രൈ ഉണ്ട്, പിന്നെ അയലക്കറിയും, പിന്നെ ഇതും കയ്പ്പങ്ങ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരിക്കും. അപ്പം കയ്പ്പ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ 1 മണിക്കൂറോളം അങ്ങനെ വെച്ചിക്കാണ്. അങ്ങനെ വെക്കലുണ്ട് കേട്ടോ. ഈ വിഷമൊക്കെ പോയി കിട്ടാൻ ചൂടുവെള്ളത്തിൽ അങ്ങനെ ഇട്ടിച്ചിക്കാണ് ഉമ്മ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ജാബി. ഇനി അത് വെക്കണം. അപ്പോൾ നല്ലൊരു അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ കുളിക്കാനേ ഉള്ളൂ കേട്ടോ. ഇല്ല വണ്ടി വിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുളി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ഉറക്കം അല്ലേ? ഉറങ്ങണ്ടേ? ഫോണ് കാണാൻ പാടില്ല. ഫോണ് കാണൂല ഇല്ലല്ലോ അല്ലേ? കാണുമോ? ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ കുറച്ച് ഉറങ്ങലാണ്. നല്ല മഴ. ഇനി അടുത്ത ഉറങ്ങല്ലേ? ഫോണ് കാണൂല. അവളിപ്പോ ഫോണൊക്കെ എടുത്ത് വന്നിക്കുക. ഫോണിനില്ല. ഫോണ് കണ്ടാലേ കണ്ണ് പോവും അല്ലേ? ഇനി ഉറങ്ങാൻ പോവല്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇനി ഉറങ്ങി എണീറ്റിട്ടുള്ള വീഡിയോസൊക്കെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി ഉറങ്ങി എണീറ്റിട്ട് മൂടുണ്ടെങ്കിൽ വീഡിയോ എടുക്കും. ഉറങ്ങി എണീച്ചാൽ അറിയാനുള്ളൊരു മന്തിപ്പാണ്. നല്ല മഴ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഉറങ്ങാനുള്ളൊരു മൂഡാണ് ഇപ്പോൾ. അങ്ങനെ അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ അവലൊക്കെ സ്കൂളിട്ട് വന്നിക്കുന്നത്. റെന്നോസിനുള്ള പരിപാടി ഒരു ബക്കറ്റിൽ കുറച്ച് ടോയ് കൊണ്ടുവച്ചിന്. ഒക്കെ കൂടെ നിരത്തിയിട്ട് ഓൻ തന്നെ താനെടുത്ത് കളിക്കാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ 4 മണി വരെ ഉറങ്ങിനല്ലോ. പിന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഓലൊക്കെ സ്കൂളിട്ട് വന്ന് അവർക്ക് ചായ കൊടുത്ത് നമ്മൾ ചായ കുടിച്ച് പിന്നെ വീഡിയോ എടുക്കാനൊന്നൊരു ഇൻട്രസ്റ്റ് വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഫുൾ ഡേ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും. ടാറ്റ കൊടുക്ക്. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും.